കൊതിയന്മാരൊക്കെ വന്ന് നോക്കിയപ്പോൾ അമ്മ എല്ലാം തീർക്കുന്നു. സൂസിയായി. ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് രാവിലെ അടുത്ത വീഡിയോ ആയിട്ട് എത്തിയിരിക്കുകയാണ്. രാവിലെ തന്നെ നമ്മളെ കുട്ടന്മാർ എണീറ്റ് നിന്ന് നല്ല എനർജറ്റിക്കായിട്ട് 6 പേരും പാല് കുടിച്ചുകൊണ്ടിരിക്കുന്ന രംഗമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അയ്യോ ഓടണ്ട സൂസി പ്ലീസ്. പിന്നെ ഞാൻ ഇന്ന് രാവിലെ തന്നെ ഇവർ അന്വേഷിച്ച് വന്നത്, ഇന്നലെ ഇവിടെ പുലി വന്നു എന്ന് പറയുന്നതല്ല, ഒരുപാട് പട്ടികൾ കുരയ്ക്കുന്നതും അതുപോയിട്ട് ഒരുപാട് സൗണ്ട്, ആൾക്കാരൊക്കെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സൗണ്ട് ഉണ്ടാക്കുന്നതൊക്കെ കേട്ടായിരുന്നു. അതുകൊണ്ട് അന്വേഷിക്കാൻ വേണ്ടി വന്നതാണ് രാവിലെ തന്നെ. ഇവർ 6 പേരും ഉണ്ടോ ഇല്ലയെന്ന്. അത് പോയിട്ട് പിള്ളേർക്കുള്ള പ്ലേറ്റിൻ്റെ കൂട്ടത്ത് പിള്ളേർക്ക് ഒരു പാക്കറ്റ് പാലും കൊണ്ടുവന്നിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് എനിക്കറിയാം ഇവർക്ക് 6 പേർക്കും കുടിക്കാനുള്ള പാല് അമ്മേരിൽ കാണില്ല എന്ന്. അപ്പോൾ ഇന്ന് തൊട്ട് സൂസിക്കും പിള്ളേർക്കും ആഹാരം കൊടുത്തു തുടങ്ങാമെന്നാണ് വിചാരിക്കുന്നത്. ആദ്യം ഒന്ന് പാല് കൊടുത്ത് ട്രൈ ചെയ്ത് നോക്കാം കുടിക്കുന്നുണ്ടോ ഇല്ലയെന്ന്. എന്നാ സൂസി? പിന്നെ നിങ്ങളെല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് ഞാനും വിശ്വസിക്കുന്നു. ഇവിടെ ഇപ്പോൾ 7 മണി ആയതേ ഉള്ളൂ. നന്നായിട്ട് സൂര്യനെ കുതിച്ച് നിൽക്കുകയാണ്. രാജസ്ഥാനാണ്, എല്ലാവർക്കും അറിയാമല്ലോ. നമ്മുടെ താറൊക്കെ ഇവിടെയാണ്. അപ്പോൾ നമ്മുടെ പാല് റെഡി ആയിട്ടുണ്ട്. പിള്ളേർക്കുള്ള അമ്മയ്ക്കുള്ള കൊടുത്ത് നോക്കാം. എന്നാ സൂസി വാ. സൂസി എന്തായാലും ഓടിയെത്തിയിട്ടുണ്ട്. കറുപ്പായി കുട്ടൻ്റെ കാലൊക്കെ വെച്ച് നോക്കി. കളയല്ലേ. എനിക്ക് അമ്മയുടെ പാല് മതി എന്നും പറഞ്ഞുകൊണ്ട് 3 പേരതാ നുണഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതേ ബാക്കി കൊതിയന്മാരൊക്കെ വന്ന് നോക്കിയപ്പോൾ അമ്മ എല്ലാം തീർക്കുന്നു. നീ മാത്രം പാല് കുടിച്ചാൽ മതിയാവും, അവർക്കും കുടിക്കണ്ടേ? ദേ സുസി, കുഞ്ഞാണേ നിൻ്റെ, ചിലപ്പോൾ എന്തെങ്കിലും പ്രശ്നമായിരിക്കാം. പാവം വിശപ്പുണ്ടായിരിക്കും, മക്കളെ ഓട്ടിക്കുന്നുണ്ട്. മക്കളെ നിങ്ങൾക്കുള്ള പാല് ഞാൻ തരാം, ആദ്യം ഞാൻ കുറച്ച് കുടിച്ചോട്ടെ എന്ന് കരുതിയാണ് നമ്മുടെ സൂസി പാല് കുടിക്കുന്നത്. എനിക്കറിയാം ഒരു പാക്കറ്റ് പാലിലൊന്നും ഇത്രയും വലിയൊരു 6 പേരെ നോക്കുന്ന ഒരു അമ്മയ്ക്ക് ഒന്നും ആകില്ല എന്ന്. അതുകൊണ്ടാണ് ഇത്രയും ബഹളമൊന്നും അറിയാം. സൂസിക്കുട്ടിയെ, സൂസിയേ, ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് വീഡിയോയെ. ഒരുപാട് പേര് കമൻറ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ ചെയ്യുന്ന നല്ല കാര്യമാണ്. ഞാനും എൻ്റെ ഒരു പ്രത്യേക നന്ദി അറിയിക്കുകയാണ് നിങ്ങൾക്ക്. നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യുന്നത് കൊണ്ടാണ് എനിക്ക് മുന്നോട്ട് വീഡിയോകളൊക്കെ ഇടാൻ തോന്നുന്നത്. അതുപോലെ തന്നെ ഇവരെയൊക്കെ സ്നേഹിച്ച് വളർത്താനും നിങ്ങളെപ്പോലെ തന്നെ എനിക്ക് നല്ല ഇഷ്ടമാണ്. കുഞ്ഞുമക്കൾക്ക് അവരുടെ അടുത്ത് കളിക്കുമ്പോൾ ഉള്ളൊരു എന്താ പറയുക, ഒരു പ്രചോദനമെന്ന് പറയാൻ പറ്റത്തില്ല, ഒരു ഹാപ്പി, അതൊരു പ്രത്യേകം പറഞ്ഞറിയിക്കേണ്ടതാണ്. അത് നിങ്ങൾ എന്താ പറയുക, അറിഞ്ഞ് നമ്മുടെ വീട്ടിൽ ഒരു കുഞ്ഞുണ്ടെങ്കിൽ ആ വീട് ഉറങ്ങത്തില്ല എന്ന് പറയത്തില്ലേ, അതുപോലെയാണ്. ആ കുഞ്ഞ് എപ്പോഴെങ്കിലും അവരുടെ അമ്മയുടെ വീട്ടിലോ അച്ഛൻ്റെ വീട്ടിലോ മാറിപ്പോകുമ്പോൾ ആ വീട് ഉറങ്ങിപ്പോയി എന്ന് നമ്മൾ പറയില്ലേ, അതേപോലെയാണ് ഇവരുടെ ഒപ്പം കളിക്കുമ്പോഴുള്ള നിമിഷം. അത്രയ്ക്ക് സന്തോഷകരമാണ് ഗൈസ്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻ്റായിട്ട് അറിയിക്കണം. സൂസിക്ക് വിശപ്പ് തീർന്നില്ല എന്ന് തോന്നുന്നു. പിന്നെയും അവർ പ്ലേറ്റ് വന്ന് നക്കി തുടച്ച് നോക്കുന്നുണ്ട്. കുഴപ്പമില്ല, കുറച്ചും കൂടി കഴിയുമ്പോൾ എന്തെങ്കിലും തരാൻ നോക്കാം. ഓക്കെ. മക്കൾക്കാണ് സന്തോഷമാവാത്തത്. സൂസിക്ക് പിന്നെയും സന്തോഷമായി. അയ്യോ ദേ ഒരാൾ പാല് കുടിക്കുന്നത് അതിൻ്റെ പുറകെ നിന്ന് വലിച്ചുകൊണ്ട് പോകുന്നു. മക്കൾ ഒരുവിധമൊക്കെ ട്രൈ ചെയ്ത് നോക്കുന്നുണ്ട്, നക്കുക കടിക്കുക എന്നൊക്കെ ചെയ്ത് നോക്കുന്നുണ്ട്. എല്ലാവരും പറയുന്നുണ്ട് മക്കൾക്ക് കൂടി എന്തെങ്കിലും കൊടുക്കണമെന്ന്. പക്ഷേ മക്കൾ പാല് കുടിക്കാനുള്ള പ്രായം ആയിട്ടില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. ക്യാമറ കൂടി ഇങ്ങനെ കാണുമ്പോൾ വലുതാണെന്ന് തോന്നുമെങ്കിലും കുഞ്ഞു മക്കളാണ്. ഇവരെയൊക്കെ സംരക്ഷിക്കാൻ വേണ്ടി ഒരുപാട് പേര് ഇവിടെ ഉണ്ടായിരുന്നു. പക്ഷെ ഇന്ന് കാണാനില്ല. ഇവരുടെ അച്ഛനെന്ന് പറയാനും അങ്ങനെയൊക്കെയുള്ള ഒരുപാട് പേരുണ്ടായിരുന്നു. സൂസിനെ പുറകേ വിട്ട് പാല് കുടിക്കുന്നവരാണ് ഇവർ. അപ്പം അടുത്ത നല്ല വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും വലിയ ഒരു നമസ്കാരം.